അവരുടെ എല്ലാം പ്രതീക്ഷ നെവിൻ കപ്രീഷ്യസ് അംബ്രോസ്. ബിഗ് ബോസ് സീസൺ 7 തേർഡ് റണ്ണറപ്പ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഒരു വലിയ കലാപ്രതിഭ. ആർട്ടിസ്റ്റ്, കോണ്ടന്റ് ക്രിയേറ്റർ, ഇന്റീരിയർ ഡിസൈനർ, സൂംബ ട്രെയിനർ, ഫാഷൻ ഡിസൈനർ, അങ്ങനെ ഒരേ സമയം നിരവധി മേഖലകളിൽ തൻ്റെ കഴിവുകൊണ്ടും പ്രയത്നം കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും ഉയർന്നു വന്ന മികച്ച കലാകാരൻ. ഏറ്റവും ഒടുവിലായി മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ട മത്സരാർത്ഥിയായി ബിഗ് ബോസ് സീസൺ നമ്മുടെ എല്ലാം ഇഷ്ടതാരമായ പ്രത്യേകിച്ച് കുട്ടികളുടെ നെവിനെ മുഖ്യ അതിഥിയായി ലഭിച്ചതിലുള്ള സന്തോഷം നമ്മൾ രേഖപ്പെടുത്തി. ഏറെ സ്നേഹത്തോടെ നെവിനെ ഞങ്ങളുടെ കുട്ടികളുമായി ഇന്ററാക്ട് ചെയ്യുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദ്യമേ തന്നെ ഞാൻ ഹായ്, നല്ല ശബ്ദമുണ്ട്, കൊള്ളാം. ഓക്കെ, ഐ എം റിയലി സോറി. അറിയാമല്ലോ, ഞാൻ മനഃപൂർവ്വം വൈകിയതൊന്നുമല്ല, വണ്ടി ഓടിച്ച് വന്നപ്പം വൈകിപ്പോയി, സോറി. ഓക്കെ, ബേസിക്കലി ഞാനൊരു പ്രാസംഗികനല്ല, എനിക്കെന്ത് പറയണമെന്നും അറിയാൻ പാടില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചെറിയൊരു കാര്യം എനിക്ക് പറയാൻ തോന്നുന്നു. ഞാൻ പറഞ്ഞോട്ടെ? ഓക്കെ, ഇന്നത്തെ ദിവസം എല്ലാവർക്കും അറിയാം, ഇന്ന് ഇൻ്റർനാഷണൽ ഡിഫറൻ്റ്ലി ഏബിൾ ഡേ ആണ്. ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത് ഇൻ്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. അതിനോട് എനിക്ക് തീരെ യോജിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം നമ്മൾ ആരും ഒരു ഡിസബിലിറ്റിയോടെ നോക്കിക്കാണുന്നൊരു വിഭാഗമായിട്ട് എനിക്ക് നിങ്ങൾ ഓരോരുത്തരും, എൻ്റെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, എനിക്ക് അങ്ങനെ നോക്കിക്കാണാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള നിങ്ങളെ അങ്ങനെ സംബോധന ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾക്ക് പണം, പ്രശസ്തി, അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് നമ്മളെല്ലാവരും അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറിയേക്കാം, അല്ലെങ്കിൽ ഒരുപാട് പണം നമ്മളുടെ അടുത്ത് ഉണ്ടായേക്കാം. പക്ഷേ ഇതൊന്നുമല്ല, ശരിക്കും നിങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു ഇന്നർ ഹാപ്പിനെസ് അതെനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഒന്നിനെ പറ്റിയിട്ടും ബോധേഡ് അല്ല. അപ്പോൾ എനിക്ക് നിങ്ങളെപ്പോലെ നിങ്ങളുടെ ആ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ആ ഒരു ചിന്താഗതിയോടെ ജീവിക്കാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ഐ റിയലി താങ്ക്സ് ടു ഓൾ. കാരണം നിങ്ങൾ ഇതിനുള്ള ഇനീഷ്യേറ്റീവ് എടുത്തു. പിന്നെ സമൂഹത്തിന് മുമ്പിലേക്ക് എന്താ പറയുക, എല്ലാവരും ഒരേപോലെ കാണാനായിട്ടുള്ള ഈ ഒരു ഇനീഷ്യേറ്റീവിൽ ഞാൻ ഭയങ്കര സന്തോഷവാനാണ്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ചെറിയ പ്രസംഗം. ഓക്കെ, ഇതിൽ എല്ലാവർക്കും എന്നെ അറിയുമെന്ന് അറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമോ എന്നെ? കുട്ടികൾക്ക് അറിയാമോ? പാരൻസിന് അറിയാതിരിക്കാനായിട്ട് സാധ്യതയില്ല. ഓക്കെ, ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഞാൻ വെറും നെവിൻ. എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ഇവിടെ വന്നിട്ട് പറയുക. കാരണം ഞാൻ ഇതിനൊക്കെ ഇങ്ങനെ വന്ന് ഒരു വേദിയിൽ നിന്ന് സംസാരിക്കാനായിട്ട് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാളാണോ എന്ന് പോലും ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം എൻ്റെ പാസ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പം പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് സ്ട്രഗിൾസിലൂടെ, ഒരുപാട് ഹാർഡ് വർക്കിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും ഓരോ തലങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. അതേപോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് ചിലപ്പം ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പല രീതിയിലും സമൂഹത്തിൽ നിന്നും അനുഭവപ്പെട്ടേക്കാം. പക്ഷേ ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാകും. ആ ഒരു ദിവസം എല്ലാവർക്കും വന്നു ചേരട്ടെ എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും ആശംസിച്ചു കൊള്ളുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. ഓക്കെ, സമാധാനമായല്ലോ. ഇവിടെ എല്ലാ ചേട്ടന്മാരും ക്യാമറ ഇങ്ങനെ എന്നെ നോക്കി വെയിറ്റ് ചെയ്യായിരുന്നു അല്ലേ? കൊള്ളാം, ഞാൻ ഓർക്കുന്നു. ആരാണ് പറഞ്ഞത്? എവിടെ? ഏത് പാട്ടാണ് നിനക്ക് വേണ്ടത്? നെവിൻ ചേട്ടൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നെവിൻ ചേട്ടനെ അറിയുന്ന എത്ര കുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് ഒരു കൈ ഉയർത്തി ഒന്നൊരു ഹായ് പറഞ്ഞേ. നെവിൻ ചേട്ടൻ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എഴുന്നേറ്റ് വരെ നിൽക്കുന്നു.
നെവിൻ ചേട്ടനെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? എന്താണ് ഉറക്കെ പറയൂ. ഏത് പാട്ടാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു. അയ്യോ, മിന്നൽ വള എനിക്ക് അറിയാൻ പാടില്ല. വേറെ ഏതെങ്കിലും, ഇപ്പൊ ഞാൻ ഇടിവെട്ടിയ മിന്നൽ പോലെ ഇരിക്കുന്നത് ഇവിടെ നിങ്ങൾ എല്ലാവരെയും കണ്ടതിന് ശേഷം. പൊതുവെ എനിക്ക് സഭാകമ്പം അനുഭവപ്പെടാറില്ല. പക്ഷേ എന്താ പറയുക, എന്നെക്കാട്ടും ടാലന്റഡ് ആയിട്ടുള്ള പിള്ളേർ ഇവിടെ ഇരിക്കുമ്പോൾ ഞാനൊക്കെ എന്ത്. ഓക്കെ, ഞാൻ ഏത് പാട്ട് പാടും? ഓക്കെ, ശരി, എൻ്റെ സ്ഥിരം പാട്ട് പാടാം. ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും, എനിക്കറിയാൻ പാടില്ല. പാടട്ടെ? കൈയടിക്കണം, എന്നാലേ ഞാൻ പാടത്തുള്ളൂ. ജോസഫ് സാർ കൈയടിക്ക്. എന്താ കൈയടിക്കാത്തത്? ഓക്കെ. തിത്തൈ തിത്തൈ മുത്തം വയ്ക്കും പൂന്തെന്നൽ, മുത്തം വയ്ക്കാനെത്തുന്നുണ്ടേ കള്ളത്തി, എന്തേ തുള്ളാത്തു വാവേ വാവാച്ചി. കുന്നിക്കൂറുക്കുത്തി നുള്ളിപ്പറിച്ചിട്ട് പിന്നിക്കൊരുത്തൊരു മാല തീർക്കാം, തങ്കക്കീടാവിനെ തോളത്തെടുക്കുന്നു തങ്കക്കലമാനെ കൊണ്ടുതരാം. ചിങ്കിരി മുത്തല്ലേ എൻ്റെ ചിത്തിരക്കുങ്ങല്ലേ, കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം കളിയാടാമേ. കിളിമരത്തണലോരം കളിയാടാമേ, കിളിമരത്തണലോരം കണ്ണാ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ. ഇത് കേക്ക് വന്ന് ഇവിടെ കൊണ്ടുപോവാ. കേക്ക് ഇവിടെ ഫസ്റ്റ് എനിക്ക് സോറി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. പിന്നെ ഇത് ബേസിക്കലി അനീഷേട്ടൻ്റെ കണ്ണാത്തുമ്പി ആയിരുന്നു, ഞാൻ ചെറുതായിട്ടൊന്ന് കട്ടെടുത്തതാ. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ വേറെന്താ, പൊതുവെ എനിക്ക് മൈക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭ്രാന്താണ്. ഓക്കെ, താങ്ക് യു. നോക്കട്ടെ, എന്തോ ഫുള്ള് വെക്കണ്ട, ഇത് മതി. ഓ, ക്രിസ്മസ് വൈബ്. അപ്പം അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാവട്ടെ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. വേഗം എടുത്തോട്ടോ മൈക്ക്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഫുൾ ഡേ ഇന്ന് സംസാരിക്കും. ഓക്കെ, താങ്ക് യു. താങ്ക് യു നെവിൻ. കുട്ടികളുടെ ഇടയിൽ നല്ലൊരു ഓളം ഉണ്ടാക്കി അല്ലേ? ഏറ്റവും അവസാനമായി നമ്മൾ നെവിൻ പറഞ്ഞതിൽ നിന്ന് നമ്മൾ എടുത്തൊരു സന്ദേശം, ഇന്ന് നിങ്ങൾ അവഗണിക്കപ്പെട്ടേക്കാം, പക്ഷേ നാളെ നിങ്ങൾക്കായി ഒരു ദിവസം ഉണ്ടാവും. ഏറ്റവും പ്രചോദനാത്മകമായ ഒരു വാചകമായിരുന്നു അത്. താങ്ക് യു നെവിൻ.